അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക ചരിത്രങ്ങൾ പരിചയപ്പെടുത്തുന്ന എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇതര മത സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ അവർക്ക് ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദ്യങ്ങൾ. ബിലാലിൻ്റെയും ഉമയ്യത്തിൻ്റെയും കഥയാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ബിലാലിൻ്റെ കഥകൾ ആരുടെയും കണ്ണ് നനയിപ്പിക്കുന്നതാണ്. ബിലാലിൻ്റെയും അദ്ദേഹത്തിൻ്റെ യജമാനനായ ഉമയ്യത്തിൻ്റെയും കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയുമോ ആരാണ് ബിലാലെന്ന്? ബിലാൽ ആരാണ് ബിലാലെന്ന്? ബിലാൽ കറുകറുത്തവനാണ്. ബിലാൽ ശബ്ദമാധുര്യത്തിൻ്റെ ഉടമയാണ്. അബ്സീനിയൻ വംശജനാണ്. അഥവാ ഇന്നത്തെ എത്യോപ്യയിൽ നിന്നും മക്കയിലേക്ക് കുടിയേറി പാർത്ത മാതാപിതാക്കളുടെ സന്തതിയാണ് ബിലാൽ. ബിലാൽ ജനിച്ചത് മക്കയിലാണ്. ബിലാൽ ഉമയ്യത്തിൻ്റെ കീഴിലുള്ള അടിമയാണ്. ബിലാൽ ആദ്യമായി ബാങ്ക് വിളിക്കാൻ അവസരം ലഭിച്ച മുഅദ്ദിനാണ്. ബിലാൽ മുഅദ്ദിനാണ്. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നയാളാണ് ബിലാൽ ഇബ്നു റബാഹ്. ബിലാൽ സങ്കടമാണ്. ബിലാൽ കണ്ണുനീരാണ്. ബിലാൽ നൊമ്പരമാണ്. ബിലാൽ ഇസ്ലാം ആശ്ലേഷിച്ച വിവരം അറിഞ്ഞ ഉടനെ ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന തൻ്റെ യജമാനൻ അദ്ദേഹത്തെ പലവിധത്തിലും മർദ്ദിക്കുകയാണ്. ബിലാലിൻ്റെ കഴുത്തിൽ കയറിട്ട് കുട്ടികളെ കൊണ്ട് വലിപ്പിക്കുകയാണ്. കുട്ടികളെ ചുറ്റും നിർത്തി കല്ലെറിയിപ്പിക്കുകയാണ്, പരിഹസിപ്പിക്കുകയാണ്. ചുട്ടുപഴുത്ത മരുഭൂമിയുടെ മണലാരണ്യത്തിൽ മലർത്തി കിടത്തി ചുടുകല്ലുകൾ മാറിടത്തിൽ കയറ്റിവെക്കുകയാണ്. പട്ടമലർത്തിക്കെട്ടി കഠിനമായ ചൂട് കൊള്ളിക്കുകയാണ്. ചാട്ട കൊണ്ട് ആഞ്ഞടിക്കുകയാണ്. ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് ദുരിതമനുഭവിപ്പിക്കുകയാണ്. പട്ടിണി കിടന്ന് മൃഗങ്ങളുടെ മാലിന്യം തിന്നു പോലും ജീവിതം നിലനിർത്തേണ്ടി വന്ന ഹതഭാഗ്യനായിരുന്നു ബിലാൽ. എന്നെന്നും സങ്കടക്കടലാണ് ബിലാൽ. കണ്ണുനീരാണ് ബിലാൽ. നൊമ്പരമാണ് ബിലാൽ. ഇത്രയും അനുഭവിക്കുമ്പോഴും ഒരു മടിയും കൂടാതെ അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഒരുവനാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പീഡന വിവരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചെവിയിലെത്തുകയാണ്. എന്ത് വില കൊടുത്തും ബിലാലിനെ മോചിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഉമയ്യത്തിനെ സമീപിച്ച് വലിയ ഒരു സംഖ്യ കൊടുത്ത് ഹസ്രത്ത് ബിലാൽ എന്ന അടിമയെ മോചിപ്പിക്കുകയാണ്. അങ്ങനെ ബിലാൽ സ്വതന്ത്രനായി, ബിലാൽ മോചിതനായി. ബിലാൽ ജീവിതത്തിൽ ആദ്യമായി സ്വതന്ത്രനായി. ഇനി മുതൽ ബിലാൽ ആരുടെയും അടിമയല്ല. അള്ളാഹു മാത്രമാണ് ബിലാലിൻ്റെ യജമാനൻ. അള്ളാഹുവിൻ്റെ മാത്രം അടിമയാണ് ബിലാൽ. ബിലാലിന് ആകാശത്തിലൂടെ പാറിപ്പറക്കാം. ബിലാലിന് ഭൂമിയിലൂടെ ആർത്തുല്ലസിക്കാം. ബിലാലിന് ജലാശയത്തിലൂടെ നീന്തി തുടിക്കാം. ബിലാൽ ഇന്ന് സ്വതന്ത്രനാണ്. ബിലാൽ ഇന്ന് പരിപൂർണ സ്വതന്ത്രനാണ്. ബിലാൽ മോചിതനാണ്. അള്ളാൻ്റെ റസൂലിൻ്റെ ചാരത്തേക്ക് ബിലാൽ ഓടുകയാണ്. അള്ളാൻ്റെ റസൂലിൻ്റെ ചാരത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ബിലാൽ. അങ്ങനെ ആദ്യമായി ബാങ്ക് വിളിക്കാനുള്ള ഓർഡർ വന്നപ്പോൾ ബാങ്ക് വിളിക്കാൻ അവസരം ലഭിച്ച ഭാഗ്യവാനാണ് ഈ ബിലാൽ. റസൂലുള്ളാഹിൻ്റെ കാലത്തോളം ബിലാൽ തന്നെയാണ് ബാങ്ക് വിളിച്ചിരുന്നത്. മനോഹരമായ ശബ്ദമാണ് ബിലാലിൻ്റെ ശബ്ദം. അള്ളാൻ്റെ റസൂലിന് ബിലാലിൻ്റെ ബാങ്കൊലി ആനന്ദമായിരുന്നു. അത് വളരെ സന്തോഷമായിരുന്നു. തുടർന്ന് ബദർ യുദ്ധം ആഗതമാവുകയും യുദ്ധത്തിൽ ഉമയ്യത്ത് എന്ന തൻ്റെ യജമാനനായിരുന്ന മനുഷ്യൻ കൊല ചെയ്യപ്പെടുകയുമുണ്ടായി. അന്നേ വരേക്കും ബിലാലിന് ഉമയ്യത്തിനെ ഭയമായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചാരത്ത് അഭിമാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ച ബിലാൽ മുഅദ്ദിൻ, ബിലാൽ ഇബ്നു റബാഹ് റസൂലിൻ്റെ വിയോഗത്തിന് ശേഷം തളർന്നു പോയി. റസൂലില്ലാത്ത മദീന എനിക്ക് വേണ്ട, റസൂലില്ലാത്ത മദീനയിൽ എനിക്ക് ജീവിക്കാൻ പ്രയാസമാണ്, റസൂലുള്ള
റസൂലില്ലാത്ത മദീനയിൽ ഞാനെങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം മദീനയോട് വിട പറയുകയാണ്. അത്രമാത്രം സ്നേഹമായിരുന്നു ബിലാലും റസൂലും തമ്മിൽ. വർഷങ്ങൾക്കു ശേഷം, ഏതാണ്ട് 8 വർഷങ്ങൾക്ക് ശേഷം, അള്ളാന്റെ റസൂലിൻ്റെ ഓർമ്മകളുമായി ജീവിതം തള്ളി നീക്കുകയായിരുന്ന ബിലാലിൻ്റെ സ്വപ്നത്തിലേക്ക് ഹബീബ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെടുകയാണ്. ബിലാലേ, ഓ ബിലാലേ, എന്നോട് പിണക്കമാണോ ബിലാലേ? എന്നോട് പിണക്കമാണോ ബിലാലേ? എന്താ എന്നെ കാണാൻ വരാത്തതെന്ന് സ്വപ്നത്തിലൂടെ അള്ളാന്റെ റസൂല് ബിലാലിനോട് പറയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിലാൽ ആ രാത്രി തന്നെ മദീനയിലേക്ക് പുറപ്പെടുകയാണ്. അള്ളാന്റെ റസൂലിൻ്റെ ചാരത്ത് പോകണം, സലാം പറയണം. ദിവസങ്ങളോളം യാത്ര ചെയ്ത് ബിലാൽ മദീനത്തെ പള്ളിയിലെത്തുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് സലാം പറഞ്ഞ് സമയം സുബ്ഹിയോടടുത്തപ്പോൾ അന്നത്തെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബിലാലിനോട് ഒരിക്കൽ കൂടി ബാങ്ക് വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. പിന്മാറാൻ പരമാവധി ശ്രമിക്കുകയാണ്. സ്വഹാബത്ത് കൂടെ ബിലാലിനോട് ആവശ്യം ഉന്നയിച്ചപ്പോൾ ബിലാൽ ബാങ്ക് വിളിക്കാൻ നിർബന്ധിതനാവുകയാണ്. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം മദീനത്തെ പള്ളിയിൽ നിന്നും ഒരിക്കൽ കൂടി ബിലാലിൻ്റെ ബാങ്കുലി മുഴങ്ങുകയാണ്. ആ മനോഹര ശബ്ദത്തിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ മനോഹര ശബ്ദത്തിനു മുന്നിൽ സ്വഹാബികളെല്ലാം മതിമറന്നുപോയി. റസൂലുള്ളാഹിന്റെ ഓർമ്മകളിലേക്ക് അവർ തിരിച്ച് സഞ്ചരിക്കുകയാണ്. മദീനത്തെ പള്ളിയുടെ ചുറ്റിലും താമസിക്കുന്ന സ്ത്രീകളും കുട്ടികളും കരഞ്ഞുകൊണ്ട് പള്ളിമുറ്റത്തേക്ക് ഓടുകയാണ്. അള്ളാന്റെ റസൂല് തിരിച്ചു വന്നുവോ? അള്ളാന്റെ റസൂല് മടങ്ങി വന്നുവോ? മദീനത്തെ പള്ളിയിൽ അള്ളാന്റെ റസൂല് തിരിച്ചു വന്നുവോ? ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവരെല്ലാം മന്താളിച്ച് നിൽക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ അവിടെ കൂടിയവരെല്ലാം പൊട്ടിക്കരയുകയാണ്. സ്വഹാബികളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. ബിലാൽ ബാങ്ക് തുടരുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദൻ. അള്ളാൻ്റെ റസൂലിൻ്റെ പേര് ഉച്ചരിക്കാൻ കഴിയാതെ, അള്ളാൻ്റെ റസൂലിൻ്റെ നാമം ഉച്ചരിക്കാൻ കഴിയാതെ വിതുമ്പി കരഞ്ഞുകൊണ്ട് ബിലാൽ ബോധം കെട്ട് താഴെ വീഴുകയാണ്. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ബിലാൽ ഒരിക്കലും മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളിച്ചിട്ടില്ല. റസൂലില്ലാത്ത മദീനയിൽ നിന്നും വീണ്ടും ബിലാൽ തിരിച്ചു പോവുകയാണ്. മരണം ആസന്നമായപ്പോൾ റസൂലുള്ളാഹിൻ്റെ ചാരത്ത് പോകുന്ന കാര്യമോർത്ത് അതീവ സന്തോഷവാനായി ബിലാൽ കാണപ്പെടുകയാണ്. അങ്ങനെ ബിലാൽ ഇബ്നു റബാഹ് ലോകത്തോട് വിട പറയുകയാണ്. റസൂലിൻ്റെ ചാരത്തിലേക്ക് തിരിച്ചു പോവുകയാണ്.